ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഞാൻ ഷോൺജൻസ്. നമുക്കറിയാം ISL ലീഗ് നടന്നുകൊണ്ടിരിക്കുന്നു. ISL ലീഗിന് മുമ്പ് ഇന്ത്യയിൽ വേറൊരു ലീഗ് ഉണ്ടായിരുന്നു. ISLലെ ഓരോ ക്ലബ്ബുകൾ നഷ്ടത്തിലാണോ ലാഭത്തിലാണോ പോകുന്നത്? അവരുടെ മെയിൻ റവന്യൂ ജനറേഷൻ എന്തൊക്കെയാണ്? ISLന്റെ മെയിൻ സ്ട്രാറ്റജിക് പാർട്ണർ ആരൊക്കെയാണെന്നുള്ളത് നമുക്കറിയില്ല. അപ്പോൾ നമുക്ക് ആ ചോദ്യങ്ങൾക്കുള്ള ഉത്തരമാണ് ഈ വീഡിയോ വരുന്നത്. അപ്പോൾ വീഡിയോ കാണുന്നതിന് മുമ്പ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ പ്രസ് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. കുറിച്ച് പറയുമ്പോൾ ഇന്ത്യൻ ഫുട്ബോളിൻ്റെ ചരിത്രം നമ്മൾ പുറകോട്ട് നോക്കേണ്ടത്. ഏഷ്യയിൽ തന്നെ പേര് കേട്ടിരുന്ന ഒരു ടീമായിരുന്നു ഇന്ത്യൻ ഫുട്ബോൾ. പല ടീമുകളുടെ പേടി സ്വപ്നം. 1950-60 കാലഘട്ടങ്ങളിൽ ഇന്ത്യൻ ഫുട്ബോൾ പല രീതിയിൽ ഉയർന്ന പൊസിഷനിലേക്ക് നമ്മൾ യാത്ര നടത്തിയിട്ടുണ്ട്. പണ്ട് വേൾഡ് കപ്പിൽ കളിക്കാനായിട്ട് ഇന്ത്യ പോയപ്പോൾ ബൂട്ടില്ലാതെ ഇന്ത്യ കളിക്കാൻ പോയതുകൊണ്ട് കളിക്കാൻ പറ്റാതെ തിരിച്ചു വന്നുള്ള കഥകൾ നമ്മൾ കേട്ടിട്ടുണ്ട്. അന്ന് പറഞ്ഞത് ഫുട്ബോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നഗ്നപാദത്തെ കളിക്കണം, ബൂട്ടിട്ട് കളിക്കുന്നത് ബൂട്ട് ബോളാണെന്ന് പറഞ്ഞത്. അപ്പോൾ ഫുട്ബോൾ ഇന്ത്യൻ ചരിത്രത്തിൽ അത് കഴിയുമ്പോഴത്തേക്ക് ഒരു 1980 കാലഘട്ടത്തിലേക്ക് വരുമ്പോൾ നമുക്കറിയാം കേരള പോലീസ് തന്നെ ഒരു വൻ ശക്തിയായി മാറിയിരുന്നൊരു സമയമുണ്ടായിരുന്നു. VP സത്യൻ ക്യാപ്റ്റനായിരുന്നത് നമ്മൾ ക്യാപ്റ്റൻ സിനിമ എല്ലാവരും കണ്ടിട്ടുണ്ടാവും. ആ രീതിയിൽ ഇന്ത്യൻ ഫുട്ബോൾ നിന്ന സമയത്താണ് നമ്മൾ 1983 ക്രിക്കറ്റ് വേൾഡ് കപ്പ് നേടിയത്. ക്രിക്കറ്റ് വേൾഡ് കപ്പ് നേടിയപ്പോഴത്തേക്ക് ഇന്ത്യൻ ഫുട്ബോൾ ചെറിയ രീതിയിൽ അസ്തമത്തിലേക്ക് പോരുകയും ചെയ്തു. പിന്നീട് ഫുട്ബോളിനായിട്ട് നമ്മളൊരു ഫെഡറേഷൻ സ്റ്റാർട്ട് ചെയ്തു, AIFF, ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ. BCCI, ക്രിക്കറ്റിൽ BCCI പോലെ തന്നെ ഈ ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ 1996 ഒരു നാഷണൽ ലീഗ് സ്റ്റാർട്ട് ചെയ്തു, നാഷണൽ ഫുട്ബോൾ ലീഗ് എന്ന് പറഞ്ഞിട്ട്. പിന്നീട് 2007 ആയപ്പോഴത്തേക്ക് അത് റീഫോം ചെയ്ത് I ലീഗായി, ഇന്ത്യൻ ലീഗ് എന്ന് പറഞ്ഞു. നമ്മുടെ I ലീഗ് ഗ്രാസ് റൂട്ട് ലെവലിലേക്ക് ആളുകളുടെ ഇടയിൽ ഇറങ്ങിച്ചെല്ലാൻ പറ്റാത്തതുകൊണ്ടും പിന്നീട് കോർപ്പറേറ്റ് കമ്പനികൾ FSDL എന്ന് പറഞ്ഞു, ഫുട്ബോൾ സ്പോർട്സ് ഡെവലപ്മെൻറ്റ് ലിമിറ്റഡ് സ്റ്റാർട്ട് ചെയ്യുകയും ചെയ്തു. ഈ AIFF ഫുട്ബോൾ FSDLന് 7 വർഷത്തേക്ക് ISL നടത്താനുള്ള അനുമതി കൊടുക്കുകയും ചെയ്തു. 7 വർഷത്തേക്കായിട്ട് FSDLൻ്റെ 700 കോടി രൂപ AIFF മേടിക്കുകയും ചെയ്തു. ഓരോ സീസണിലും ഓരോ ക്ലബ്ബുകൾ, ISLലെ ഓരോ ക്ലബ്ബുകൾ ഈ FSDLന് രജിസ്ട്രേഷൻ ഫീസായിട്ട് 12 കോടി രൂപയാണ് രജിസ്ട്രേഷൻ ഫീസായിട്ട് കൊടുക്കേണ്ടത്. ഈ രജിസ്ട്രേഷൻ ഫീസായിട്ട് വരുന്ന ഈ FSDL ഫോം ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ 2 കമ്പനികളായിട്ടാണ് ഫോം ചെയ്യുന്നത്, ഒരു ജോയിൻറ്റ് വെഞ്ചറും അല്ലാത്തതുമായിട്ട്. നമ്മുടെ റിലയൻസും IMG എന്ന് പറഞ്ഞ ഇൻ്റർനാഷണൽ മാനേജ്മെൻറ്റ് ഗ്രൂപ്പ് എന്ന് പറഞ്ഞ ഗ്രൂപ്പും ഇവർ തമ്മിലുള്ള ഒരു ജോയിൻറ്റ് വെഞ്ചറും പിന്നെ സ്റ്റാർ ഇന്ത്യയുടെ ഒരു ഗ്രൂപ്പും കൂടിയാണ് നമ്മൾ FSDL എന്ന് പറഞ്ഞ ടീം, ആ ഓർഗനൈസേഷൻ ഓൺ ചെയ്യുന്നത്. ISL തുടങ്ങുമ്പോൾ IPL പോലെ തന്നെ ഒരു ഫ്രാഞ്ചൈസി മോഡൽ ആയിരുന്നു ആദ്യം തുടങ്ങിയത്. പിന്നീടാണ് ISL ഒരു ക്ലബ് വൈസിലേക്ക് ലെവലിലേക്ക് മാറിയത്. ISLലെ ഓരോ ക്ലബ്ബുകൾ എങ്ങനെയാണ് റവന്യൂ ജനറേറ്റ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. ISLലെ ഓരോ ക്ലബ്ബുകൾ റവന്യൂ ജനറേറ്റ് ചെയ്യാനായിട്ട് ഒന്നാമത്തെ മരുന്ന് പറഞ്ഞാൽ സ്പോൺസർഷിപ്പാണ്. നമുക്കറിയാം കേരള ബ്ലാസ്റ്റേഴ്സിന് ഈക്വൽ സ്പോൺസർഷിപ്പ് എന്ന് പറഞ്ഞാൽ ബൈജൂസ് ആണ്. അതുപോലെ തന്നെ കേരള ബ്ലാസ്റ്റേഴ്സിന് ഇഷ്ടം പോലെ ചെറിയ സ്പോൺസർമാരെ നമുക്ക് കാണാൻ പറ്റും. ചെറിയ രീതിയിൽ നമ്മുടെ ഈ ജേഴ്സി നോക്കിക്കഴിഞ്ഞാൽ തന്നെ നമുക്ക് അറിയാം ഇഷ്ടം പോലെ സ്പോൺസർമാർ വേറെയും ഉണ്ട്. പല രീതിയിലുള്ള ഇവൻറ്റുകൾക്കും സ്പോൺസർ ചെയ്യുന്നുണ്ട്. പിന്നീടുള്ള ഇവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഡ്വർടൈസ്മെൻറ്റ് വഴി വരുന്നുണ്ട്. ഇത് കൂടാതെ വരുന്ന ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൂന്നാമത്തെ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടീമിലെ പ്ലെയേഴ്സിനെ ട്രാൻസ്ഫർ ചെയ്യുന്നതിൻ്റെയാണ് മൂന്നാമത്തെ ഫണ്ട് വരുന്നത്. പിന്നീട് വരുന്ന റവന്യൂ ജനറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ടീമിൽ ടിക്കറ്റ് റവന്യൂ ആണ്. ടിക്കറ്റ് റവന്യൂവിൻ്റെ ഓരോ സ്റ്റേഡിയത്തിലെ കളി നടക്കുന്നതിന് ടിക്കറ്റ് റവന്യൂവിൻ്റെ ഇത്ര പെർസെൻറ്റേജാണ്. ഇത് കൂടാതെ നമ്മൾ FSDLന് ആദ്യത്തെ രജിസ്ട്രേഷൻ കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ ടീമിൻ്റെ പാർട്ടിസിപ്പേഷനായിട്ട് പല രീതിയിലുള്ള എമൗണ്ടുകളാണ് പല പൊസിഷൻസ് അനുസരിച്ച് FSDL ഓരോ ക്ലബ്ബുകൾക്കും കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം കിട്ടിക്കഴിയുമ്പോഴത്തേക്ക് ഈ ക്ലബ്ബുകൾ നഷ്ടത്തിലാണോ ലാഭത്തിലാണോ പോകുന്നതെന്ന് നമുക്കൊന്നും അറിയണ്ടേ. നിലവിലത്തെ കണക്കനുസരിച്ച് എല്ലാ ക്ലബ്ബുകളും നഷ്ടത്തിലാണ്. ഒരു 2 ടീമുകൾ ഒഴിച്ച്, മീൻസ് 2 ടീമുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിഫോർ ടാക്സ് വരുമ്പോഴത്തേക്ക് ബാംഗ്ലൂർ FC ചെറിയ രീതിയിൽ ബിഫോർ ടാക്സിൽ പ്രോഫിറ്റബിളാണ്. പിന്നെ ജംഷഡ്പൂർ FCയും ചെറിയ രീതിയിലേക്ക് പ്രോഫിറ്റ് ലെവലിലേക്ക് അടുത്താണ് നിൽക്കുന്നത്. ബാക്കി എല്ലാ ടീമുകളും അത്യാവശ്യം ലോസിലാണ് വർക്ക് ചെയ്യുന്നത്. പക്ഷേ ഈ വരുന്ന കാലങ്ങളിൽ 2 to 5 റേഞ്ച് ഇയേഴ്സിൻ്റെ ഉള്ളിൽ നമ്മുടെ എല്ലാ ക്ലബ്ബുകളും അത്യാവശ്യം പ്രോഫിറ്റ് ജനറേഷനിലേക്ക് ക്ലബ്ബുകൾ വളർന്നിരിക്കുമെന്നാണ് നമ്മുടെ മുൻപോട്ടുള്ള കണക്കുകൾ. ISL 2014 സ്റ്റാർട്ട് ചെയ്തപ്പോഴത്തേക്ക് ISL കളിക്കാൻ 8 ടീമേ ഉണ്ടായിരുന്നു. പിന്നീട് ഒരു 4-5 വർഷം കഴിഞ്ഞപ്പോഴത്തേക്ക് 2 ടീമും കൂടി എക്സ്ട്രാ വരികയും ചെയ്തു. ടാറ്റയുടെ ബാക്കപ്പോടെ ജംഷഡ്പൂർ FCയും JSWൻ്റെ ബാക്കപ്പോടെ ബാംഗ്ലൂർ FC. ജംഷഡ്പൂർ FC ഇത് ചെയ്യുന്നത് ടാറ്റ ഫുട്ബോൾ അക്കാഡമി എന്ന് പറഞ്ഞൊരു അക്കാഡമിയുണ്ട്. നമ്മുടെ ഇന്ത്യൻ ഫുട്ബോളിൽ തന്നെ ഒരുപാട് സംഭാവന ചെയ്തിട്ടുണ്ട് ടാറ്റയുടെ ഫുട്ബോൾ അക്കാഡമി.
നമ്മുടെ മലയാളി താരം റിനോ ആൻഡോ വരെ ടാറ്റ അക്കാഡമിയുടെ പ്രൊഡക്റ്റുകളാണ്. പിന്നീട് മുന്നോട്ട് വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ഇന്ത്യൻ ഫുട്ബോളിനെ തന്നെ നമ്മുടെ ISL സ്വാധീനിച്ചു വരുന്നു. ISL തുടങ്ങിയപ്പോൾ 2014 ISL തുടങ്ങിയപ്പോഴത്തേക്ക് ഇന്ത്യൻ ഫുട്ബോൾ 170-ാം സ്ഥാനത്തായിരുന്നു വേൾഡ് ലിസ്റ്റിൽ കിടന്നുകൊണ്ടിരുന്നത്. കഴിഞ്ഞ 2 വർഷത്തിനുള്ളിൽ 96-ാം സ്ഥാനം എന്ന് പറഞ്ഞാൽ 100 താഴെ സ്ഥാനങ്ങളിൽ വരികയും പിന്നീട് ഇപ്പോൾ 106-ാം സ്ഥാനത്തിലേക്ക് പോവുകയും ചെയ്യും. നമുക്കതിൽ ഒരു ശുഭപ്രതീക്ഷയുണ്ട്. വരും കാലങ്ങളിൽ ഇന്ത്യൻ ഫുട്ബോൾ പഴയ ഇതിലേക്ക് നമ്മൾ തിരിച്ചു വരികയും ചെയ്യും. ഇന്ത്യ വേൾഡ് കപ്പ് കളിക്കുമെന്നാണ് നമ്മുടെ പ്രതീക്ഷ. പറയാലോ, ഫിഫയുടെ കണക്കിൽ 32 ടീമുള്ളത് 42 ടീം ആക്കുമ്പോഴത്തേക്ക് ആ 48 ടീമുകളിൽ ഇന്ത്യ ഉണ്ടെന്ന് നമ്മൾ പറയപ്പെടുന്നുണ്ട്, അറിയുന്നുമുണ്ട്. നമുക്കത് മുന്നോട്ട് ഇരുന്ന് ശുഭപ്രതീക്ഷയോടെ ഇന്ത്യ ഫുട്ബോൾ വേൾഡ് കപ്പ് കളിക്കുന്നത് നമുക്ക് കാണാം. ഇന്ത്യൻ ഫുട്ബോളിൻ്റെ തന്നെ ഏറ്റവും വലിയൊരു ഇൻവെസ്റ്റ്മെൻ്റ് ആയിരുന്നു മുംബൈ സിറ്റിയിൽ കഴിഞ്ഞിടെ സിറ്റി ഫുട്ബോൾ ഗ്രൂപ്പ് ഇൻവെസ്റ്റ് ചെയ്തത്. 65% മുംബൈ സിറ്റിയുടെ ഷെയറുകൾ ഇപ്പം സിറ്റി ഫുട്ബോൾ ഗ്രൂപ്പ് ഓൺ ചെയ്യുന്നുണ്ട്. സിറ്റി ഫുട്ബോൾ ഗ്രൂപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാഞ്ചസ്റ്റർ സിറ്റി പോലെ തന്നെ പല വമ്പൻ ക്ലബ്ബുകൾ അവരുടെ കീഴിലുണ്ട്. പല ഫോറിൻ രാജ്യങ്ങളിൽ പല രാജ്യങ്ങളായിട്ടുള്ള വമ്പൻ ക്ലബ്ബുകൾ സിറ്റി ഫുട്ബോൾ ഗ്രൂപ്പ് ഓൺ ചെയ്യുന്നു. അതൊരു അബുദാബി ബേസ്ഡുള്ള ഒരു കമ്പനിയാണ്. ISLലെ ഏറ്റവും വ്യൂവേഴ്സ് ഉള്ള മാച്ച് നോക്കിക്കഴിഞ്ഞാൽ ടോപ്പ് 10 വ്യൂവേഴ്സ് ഉള്ള 10 മാച്ചുകൾ എടുത്തു കഴിഞ്ഞാൽ 10-ൽ 5 എണ്ണത്തിനും കേരള ബ്ലാസ്റ്റേഴ്സിന് തന്നെയാണ് വ്യൂസ് വന്നേക്കുന്നത്. 5 കളികളിലും. അതിൽ കഴിഞ്ഞ വർഷത്തെ ഏറ്റവും കൂടുതൽ വ്യൂസ് ഉള്ളത് ATKയും കേരള ബ്ലാസ്റ്റേഴ്സും തമ്മിലുള്ള വ്യൂസാണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ലീഗുകൾ 3-ാം സ്ഥാനത്താണ് നമ്മുടെ ISL വരുന്നത്. 1-ാം സ്ഥാനത്ത് IPLും 2-ാം സ്ഥാനത്ത് പ്രോ കബഡി ആണ്. 3-ാം സ്ഥാനത്താണ് നമ്മുടെ ISLും വ്യൂവേഴ്സിൻ്റെ ലിസ്റ്റിൽ വരുന്നത്. കേരള ബ്ലാസ്റ്റേഴ്സ് മലയാളികളുടെ ഏറ്റവും വലിയ വികാരമായ മഞ്ഞപ്പട. ഈ മഞ്ഞപ്പട ആരെ ഓൺ ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മലയാളികൾ 50% അല്ല പകുതി കൂടുതൽ ആൾക്കാരും പറയും, കുറേ ആളുകളുടെ പേര് പറയും. പക്ഷേ കേരള ബ്ലാസ്റ്റേഴ്സ് ഓൺ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയാണ്. ബ്ലാസ്റ്റേഴ്സ് സ്പോർട്സ് വെഞ്ചർ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയാണ്. ആ പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയുടെ ഓണേഴ്സാണ് വരുന്നത് നിങ്ങളോட പ്രസാദ്, ചിരഞ്ജീവി, നാഗാർജുന, അങ്ങനെയുള്ള കുറേ ആളുകൾ ആ ബ്ലാസ്റ്റേഴ്സ് സ്പോർട്സ് വെഞ്ചർ പ്രൈവറ്റ് ലിമിറ്റഡിൻ്റെ ഷെയർ ഹോൾഡേഴ്സാണ്. ഇന്ത്യയിലെ ഫുട്ബോളിലെ ടോപ്പ് ലീഗായിട്ട് 2016-17 വരെ I ലീഗായിരുന്നു. പക്ഷേ ഇപ്പം ഇന്ത്യയിലെ ടോപ്പ് ലീഗായിട്ട് 2017 ശേഷം ISL ആണ് വന്നത്. ISLൽ പുതിയ ടീമുകൾ വരുമോ ഇല്ലയോ എന്നുള്ളത് നമുക്കൊരു കുറേ ഡൗട്ടുകൾ എല്ലാവർക്കും ഉണ്ട്. 2023 ശേഷം I ലീഗിൽ ടോപ്പ് പെർഫോമൻസ് ചെയ്യുന്ന ടീമുകൾ അല്ലെങ്കിൽ ക്ലബ്ബുകളെ ISLലേക്ക് നമ്മൾ പ്രൊമോട്ട് ചെയ്യുമെന്നാണ് പറയുന്നത്. ISLൻ്റെ സ്ട്രാറ്റജിക് പാർട്ണർ ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കിപ്പോഴും ഒരു കൺഫ്യൂഷനുണ്ട്. സ്ട്രാറ്റജിക് പാർട്ണർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് തന്നെയാണ് നമ്മുടെ ISLൻ്റെ സ്ട്രാറ്റജിക് പാർട്ണർ വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോയിൽ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ കിട്ടിയെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.